എൻ്റെ മോക്കൊരു 100 രൂപ ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചപ്പോൾ രാത്രി കാണുമെന്ന് ചോദിച്ച സഖാവുണ്ട്. അപ്പൊ ഇത് വിത്ത് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രിന്റെ ആൾക്കാർ കണ്ണൂര് സംരക്ഷിക്കുന്നത്. പിന്നെ ഞാൻ മുഖ്യമന്ത്രിന്റെ മുന്നിലല്ലാതെ പിന്നെ എവിടെ കുളിക്കണം? ഒരു ഉളുപ്പുമില്ലാതെ 2004 മുതൽ ഈ 25 വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി CPMന്റെ സംഘടനയായ NGOന്റെ മെമ്പറായ എന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയില്ല ഒരുത്തനും കൂട്ടാക്കിയില്ല. 2 വർഷം മുന്നേ എൻ്റെ ശരീരത്തിൽ കൈവച്ചിട്ട് സുഖല്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്ത ആൾ എൻ്റെ അടുത്തുണ്ട്. സ്ത്രീകൾക്കൊപ്പം മിനിയാന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം. എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരം. കരിവള്ളൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമെന്ന് അവരുടെ ഈ എല്ലാ ലിറ്ററേച്ചറിലും പറയുന്ന സ്ഥലമാണ് കരിവള്ളൂർ. ആ കരിവള്ളൂരിൽ ചേലേരി മഠം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി മഠമുണ്ട്. ആ മഠത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള ആളുകളാണ് ഉള്ളത്. അവിടെ ഒരു അമ്മയുണ്ട്. പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് പോരാട്ടം നടത്തുന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ മകളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ശ്രീലത നമ്പൂതിരി എന്ന് പറയുന്ന ടീച്ചറാണ്. എന്താണ് അതിന് കാരണം? നമുക്ക് നേരിട്ട് തന്നെ കരിവള്ളൂരിൽ വന്ന് അവരുടെ മഠത്തിൽ വന്ന് അവരുടെ വീട്ടിലിരുന്ന് നേരിട്ട് ചോദിക്കാം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം സർ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ടീച്ചർ കേരളം മുഴുവൻ ഇളക്കി മറിക്കുകയാണ്. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഷേധവുമായിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നേരിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? അത് ഞാനൊരു 1.5 വർഷം മുന്നേ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി, ഞാനൊരു 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡി എന്നുള്ള നിലയിൽ കരിവള്ളൂരിലെ സഖാക്കന്മാരെടുത്തുനിന്നും കോളേജിലെ CPMന്റെ സംഘടന പോഷക സംഘടനകളും CPMന്റെ തന്നെ ആൾക്കാർ എടുത്തുന്നുണ്ടായ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ 1.5 വർഷം മുന്നേ ഒരു ചാനൽ തുടങ്ങി. അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. യൂട്യൂബ് ചാനൽ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ്, അതാ പേര് പറഞ്ഞത്, എൻ്റെ ലൈഫ്. ശ്രീലത എന്ന എൻ്റെ പേര്. അങ്ങനെ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി. ആദ്യമൊക്കെ കിളികളും പക്ഷികളും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഒരു 1.5 മാസം ചെറിയൊരു ഫിസിക്കൽ പ്രശ്നം വന്ന് ലീവ് എടുത്തു. അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നം, ടെൻഷൻ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് എൻ്റെതായ പ്രശ്നങ്ങൾ അതിൽ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ചിലരുടെ പേര് സൂചിപ്പിച്ചു, എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ഉണ്ടായ ചില പേര്. ആ പേരാണ് ഇവരെ അസ്വസ്ഥതപ്പെടുത്തിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ക്ലാസ് ലാബ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കടന്നു പോകുന്നു, വീഡിയോസ് എടുക്കുന്നു, എന്നെ നോക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ, ഞാൻ എന്തെങ്കിലും കരിയോ മുഖത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ, എന്താണ് എന്നെ നോക്കി ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആശങ്കയിൽ ഒരുപാട് ആൾ ചിരിച്ചിങ്ങനെ പോന്ന്. അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ചിരിക്കുവാണ്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ വേഗം എഴുന്നേറ്റ് വെളിയിൽ പോയി നോക്കിയപ്പോൾ ശ്രീലതയുടെ നഗ്നത 8 PM യൂട്യൂബ് എന്ന് എഴുതി വെച്ചു. ആ എഴുതി വെച്ചത് കണ്ട ഉടനെ ഞാൻ അതിൻ്റെ മേലധികാരിക്ക് നേരെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അവരതിനൊന്നും നെവർ മൈൻഡ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂര് ധർമ്മശാല, ആന്തൂർ മുനിസിപ്പാലിറ്റി, അവിടെയാണ് സ്ഥിതി ചെയ്യുന്ന കോളേജ്. ഞാൻ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടറാണ്. ഞാൻ 13 വർഷമായി ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഉച്ചവരെ തിയറി, ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ. അതായത് ടീച്ചിങ് സ്റ്റാഫ് തന്നെ. PhD ഉള്ള ഡോക്ടർമാരുടെ സെക്ഷനിൽ പെടൂല, ഡോക്ടറേറ്റ് ഉള്ള പ്രൊഫസർമാരുടെ സെക്ഷനിൽ ഞങ്ങൾ പെടൂല. ബട്ട് ഞങ്ങളാണ് ടെക്നിക്കലായിട്ട് കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഉടനെ പോയി പറഞ്ഞു, റിട്ടേൺ എഴുതി കൊടുത്തു. എന്നിട്ടൊന്നും ആരെടുത്തൊന്നും ഒന്നും കാണുന്നില്ല, ഒരു റിപ്ലൈയും ഇല്ല. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ ഞാൻ പ്രശ്നമാക്കിയപ്പോൾ CCTV എവിഡൻസ് എടുത്തു. ഈ എഴുതിയ ആളാണെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആരാണ് അയാൾ? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ. എന്നിട്ടും മേലധികാരി രാജേഷ് K എന്ന് പറഞ്ഞ പ്രിൻസിപ്പാള്, കേരളത്തിലെ KGOൻ്റെ സംസ്ഥാന നേതാവ്, CPMൻ്റെ കണ്ണൂരെ ഏറ്റവും
അറിയപ്പെടുന്ന വ്യക്തി രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാള് ഒരു തരത്തിലും എൻ്റെ പരാതി എടുക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ എപ്പോഴും പറയുന്നത് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു തരാൻ പറ്റൂല എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കോളേജിന് വെളിയിൽ പോയി അവിടെ ഇരുന്നു. അതിലെനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ഒരു ഉളുപ്പുമില്ലാതെ 2004 മുതൽ ഈ 25 വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി CPMൻ്റെ സംഘടനയായ NGOയുടെ മെമ്പറായ എന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയില്ല ഒരുത്തനും കൂട്ടാക്കിയില്ല. ഞാൻ പുറത്തിരുന്നിട്ടും ചോദിച്ചില്ല, എഴുതിയിട്ടേനും ചോദിച്ചില്ല. പ്രതിക്കൊപ്പാണ്. അപ്പോൾ എനിക്കത് ആ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഗേറ്റിന് പുറത്തിരുന്നു. ഒരു ഇൻ്റലിജൻസ് എന്നൊരാൾ മഫ്തിയിൽ വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഞാൻ അയാളോട് അവിടെ ഒരു ATM ഉണ്ട്, പൈസ എടുത്തിട്ട് പോകണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കാർഡ് കാണിച്ചു. അയാൾ തളിപ്പറമ്പ് പോലീസിനെ വിവരം അറിയിച്ചു. അവർ വന്ന് മൊഴിയെടുത്ത് പോകുന്നു. FIR ഇടുന്നില്ല. വീണ്ടും പിറ്റേ ദിവസം ഇരുന്നു, FIR ഇട്ടു. ഈ FIR ഇട്ട പ്രതി തുടർച്ചയായിട്ട് കോളേജിൽ തന്നെ വീണ്ടും. അതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത്. എന്താന്ന് പറഞ്ഞാൽ തികച്ചും CPMൻ്റെ അറിവോടുകൂടി ഇയാൾ കോളേജിൽ വന്ന് സംഘടനകളെല്ലാം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ ആ ക്യാമ്പസ് കയറാൻ എങ്ങനെ ധൈര്യം വരുന്നു? പരസ്യമായിട്ട് എഴുതി വെച്ച് CCTVയിൽ കിട്ടിയ ഒരാൾ എങ്ങനെ ക്യാമ്പസിൽ വരുന്നത്? നമ്മളൊരാളോട് മോശമായിട്ട് പറഞ്ഞാൽ വരാനുള്ള ധൈര്യം കിട്ടുമോ? സംഘടനൻ്റെ KGOൻ്റെയും NGO യൂണിയൻ്റെയും ഒത്താശയോടുകൂടി അയാൾ വരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ച വരെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന സമയത്ത് എൻ്റെ തളിപ്പറമ്പ് CI വന്നിട്ട് എൻ്റെ മൊഴി എടുക്കുന്നു, FIR ഇടുന്നു. ആ FIRൽ ഞാൻ പൂർണ്ണ തൃപ്തിയല്ല. കാരണം പോഷ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. FIR ഇട്ടതിന് ശേഷം ഞാൻ അറിയുന്നത്. പക്ഷെ വീണ്ടും ഈ കക്ഷി കോളേജിൽ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുക അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഡിക്കൽ ലീവിലാണ്. ഇവൻ്റെ ഈ പ്രതിൻ്റെ ജാമ്യം എടുത്തിട്ടുണ്ടോ എനിക്കറിയാൻ പറ്റുന്നില്ല. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്രത്യക്ഷമായിട്ട് എനിക്കറിയുന്നുണ്ട്. ഇവൻ്റെ തൻ്റെ ഇടം കാരണം ഇവൻ വീണ്ടും കാർക്കിച്ച് തുപ്പുന്ന, ദേഹത്ത് മുട്ടുന്ന വിധത്തിൽ ഇവൻ ഡെസ്കിൻ്റെ മേലെ ഷൂട്ട കാലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്ന പ്രതി ലാബെന്ന് ഇത്രമാത്രം ഇയാളിങ്ങനെ അഴിഞ്ഞാട്ടം നടത്തും. എനിക്ക് മനസ്സിലായി ഇവരാണ് എൻ്റെ പിറകിലെന്ന്. FIR ഇട്ടെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. പക്ഷേ ഇയാൾ വീണ്ടും വന്ന് ദ്രോഹിച്ചപ്പോൾ ഞാൻ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പൾ, ഇയാൾ ഒരുപാട് സീനിയോറിറ്റി മറികടന്ന് ശരിക്കും പൊളിറ്റിക്കലി കയറിയിരിക്കുന്ന ആളാണ്. പിന്നെ അയാളൊരു പ്രത്യേകതയും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇയാൾ അടുത്തൂടെ പോകുമ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ചിരിച്ചു, ഇയാൾ അടുത്തൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സംസാരിച്ചു. അങ്ങനെയുള്ളൊരു ഒരു സാഡിസ്റ്റാണ് ഈ പ്രിൻസിപ്പാള്. കൊറോണ സമയത്ത് എനിക്ക് സാലറി തരാതെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒപ്പിടാൻ സമ്മതിക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഈ സമയത്ത് ഇയാൾ എന്നെ നിരുപാധികം തള്ളിക്കളഞ്ഞു, നിരുപാധികം എടുത്തെറിഞ്ഞ്. ഞാൻ ഇയാളെ ക്യാബിൽ പോയിട്ട് പറഞ്ഞു, പ്രതി ഒപ്പിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒപ്പിടാൻ പറ്റൂല, പ്രതിയും എരയും ഒരു സ്ഥലത്ത് പറ്റൂല എന്ന്. അത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെ എവിടെയെന്ന്. അങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടാൾ ഇവിടെ ഒരുപോലെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അയാളോ ഞാനോ ഒരാൾ മതി, തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രിൻസിപ്പാളെ ക്യാബിലിരുന്നു. അന്ന് രാവിലെ 9:30 ദാഹിച്ച വെള്ളം കുടിക്കാതെ ഞാൻ ഇയാളെ ക്യാമ്പിലിരുന്നു. ഒരൊറ്റ സ്റ്റാഫ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു യൂണിയൻകാർ വരുന്നില്ല, കുറച്ച് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മാത്രം വന്ന്. എൻ്റെ സെക്ഷൻ ക്ലർക്ക് ഒരു ലേഡി, ആ കുട്ടീനെ എനിക്ക് മരിച്ചാലും മറക്കാൻ പറ്റില്ല, അവൾ കുറച്ച് വെള്ളം കൊണ്ടു തന്നു. ഞാൻ 1:30 വരെ ഇരുന്നപ്പോൾ ഒരു ഓർഡർ, സസ്പെൻഷൻ പ്രതിക്ക്. ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു, അയാൾ സസ്പെൻഷൻ കൈപ്പറ്റുന്നു. അടുത്ത തിങ്കളാഴ്ച പോയി 11:30 എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു. ശരിക്കും പ്രതിക്ക് കിട്ടിയത് ചെറിയൊരു ടൂറാണ്, ഒരു സസ്പെൻഷൻ. എനിക്ക് ഹൈക്കോടതി പോയാലും കിട്ടാത്ത വിധത്തിൽ അലിഗേഷൻസ് ഉള്ള ട്രാൻസ്ഫർ. അപ്പം എനിക്ക് സ്റ്റേ കിട്ടിയില്ല. ഞാനിപ്പോൾ 40,000 രൂപ ചിലവാക്കി സ്റ്റേക്ക് പോയി, കിട്ടിയില്ല. അത്ര വലിയ അലിഗേഷൻസ്.
അത് കഴിഞ്ഞ് ഇത്രയും ഭീകരത നേരിട്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാതെ പ്രതിഷേധം തുടങ്ങി. ഇനി സാറ് ചോദിച്ചതിലേക്ക് വരുന്ന പ്രതിഷേധത്തിൻ്റെ രീതി ഇന്ത്യയിലോ കേരളത്തിലോ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അന്നത്തെ ഡേറ്റ് വരെ പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്കോ ഏത് മീഡിയാസിനും എൻ്റെ ചാനൽ നോക്കാം, എൻ്റെ നഗ്ന വീഡിയോ ഇല്ല. പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തിപരമാണെന്ന്. നഗ്നത വേറെ, വസ്ത്ര സ്വാതന്ത്ര്യം വേറെ. നഗ്നത എടുത്തു തന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഈ ജോലി ഞാൻ ഇന്ന് ഉപേക്ഷിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് നഗ്നത ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും. അങ്ങനെ അയാൾ നഗ്നത എഴുതി വെച്ചതുകൊണ്ട് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എന്ന് വെച്ചു. അതാണ് കുളിയിലേക്ക് പോയത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ നഗ്നതയില്ല. അപ്പോൾ ഒരു അരനഗ്നത ആയിക്കോട്ടെ, കാരണം കോടതിനെ ബഹുമാനിക്കണം നഗ്നത കാണിക്കാൻ. അപ്പം കുറച്ചൊരു നഗ്നത വരട്ടെ, വയറോ കയ്യോ കാലോ എവിടെയെങ്കിലും എല്ലാം കണ്ടോട്ടെ. ഇല്ലാത്ത നഗ്നത പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എൻ്റെ സമരത്തിലും തോന്നി. അങ്ങനെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് പ്രതിഷേധിച്ചത് അങ്ങനെയാണ്. ഇപ്പം സാറോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ കുഴപ്പമില്ല, ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ച രീതി മാറി. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ നഗ്നത, ഇല്ലാത്ത നഗ്നത എഴുതിയത് മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇവിടുത്തെ ഭരണകൂടം, CPM എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ട് കുളിച്ചതാണ്. രഹസ്യമായിട്ടല്ല കുളിച്ചത്, പരസ്യമായിട്ട് കുളിച്ചു. അതായത് കോളേജിൽ നമ്മളെ പറ്റിയിട്ട് നമ്മൾ നഗ്ന ചെയ്യാത്ത കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് 8 മണിക്ക് ഇങ്ങനെ ഉണ്ട്, ഇന്ന് രാത്രി 8 മണിക്ക് എന്റെ നഗ്നത പ്രദർശനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപം, അപമാനിച്ചുകൊണ്ടുള്ള. സ്ത്രീത്വത്തിനല്ല സാറേ, പഠിപ്പിക്കുന്ന കുട്ടികളെ മുന്നിൽ, കൂടെ ജോലി ചെയ്യുന്നവരെ മുന്നിൽ, എൻ്റെ ജോലി സ്ഥലം, ഈ വീട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വിഷയമല്ല. എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ട്രേസ് ചെയ്ത് എൻ്റെ ചെയറിൻ്റെ നേരെ മുന്നിൽ ഈ ഒരു സൈഡിൽ മാർക്കർ വെച്ച് ഒരാളെ ഹൈറ്റിൽ എഴുതി വെച്ചതാണ്. വളരെ ചെറുതായിട്ടല്ല, അതുമല്ല എൻ്റെ പേരെഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, X or Y ആരോ ആയിക്കോട്ടെ. എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ ശ്രീലതയുടെ എന്നെഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഗ്നത തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിനെതിരെ തന്നെയാണ് ഞാൻ പ്രതിഷേധിച്ചത്. ജോലി സ്ഥലത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ, വളരെ മോശപ്പെടുന്ന തരത്തിൽ CPM-ന്റെ ഒത്താശയോടുകൂടി അല്ല, എന്തെങ്കിലും ഒരു കാര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ വിധത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതെ, അവിടെ ഒരു എന്ന് പറഞ്ഞ ഒരു സംഘടനേന്റെ വർഷത്തിലുള്ള പൈസയൊക്കെ ഫണ്ട് പറ്റുന്ന ഒരു ലേഡി, എൻ്റെ HOD, അവർ ഈ സമയം വരെ എന്നോട്, ഞാനും ഒരു അവരും ഒരു എന്താണ് ശ്രീലതക്ക് ഉണ്ടായ മനസ്സിന്റെ പ്രയാസം എന്നാ സ്ത്രീ എന്നോട് ചോദിച്ചിട്ടില്ല. ഈ രാജേഷ് K എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ചോദിച്ചിട്ടില്ല. അവിടുത്തെ ഒരു സർവീസ് സംഘടന ചോദിച്ചിട്ടില്ല. ഇപ്പം അവർ നടത്തുന്നത് എനിക്കെതിരെ ഒരുപാട് വൃത്തികെട്ട അലിഗേഷൻസ്, ഒപ്പ് ശേഖരണം, യൂട്യൂബിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് വൃത്തികേട് പറയുക. അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ശ്രീലത കയറിക്കഴിഞ്ഞാൽ അവിടെയില്ല 300 സ്റ്റാഫും പിന്നെ ട്രാൻസ്ഫർ വാങ്ങുന്നില്ല, ഭീഷണി. പിന്നെ പ്രതി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പരസ്യമായിട്ട് മുഖ്യമന്ത്രി എൻ്റെ നഗ്നത കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊഴിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു തുടർച്ചയായിട്ട്. അത് അങ്ങനൊരു തരത്തിലേക്ക് നമ്മൾ മാറാൻ കാരണമില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, അത് അന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിൻ്റെ ഭാര്യക്കും മുഖ്യമന്ത്രിൻ്റെ മകൾക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എന്ത് മാനമുണ്ടോ ആ മാനം എനിക്കും ഉണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ജോലി സ്ഥലത്ത്. ആ സ്ത്രീകൾക്ക് എന്താണോ അവർക്ക് ജന്മന അവർക്ക് കിട്ടിയിരിക്കുന്ന നഗ്നതയും അവരുടേതായ മാനവും അത് തന്നെ എനിക്കും. അവരിയ്ക്കുന്ന പൊസിഷൻ വേറെ ആയിരിക്കാം, അതെനിക്കറിയേണ്ട, അതെൻ്റെ ഭാഗ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സെലിബ്രിറ്റീൻ്റെ ഒരു പരാതിൻ്റെ മേലെ മുഖ്യമന്ത്രി ഉടനടി ഒരു പ്രതിയാന്ന് പറഞ്ഞ് അയാളെ പിടിച്ചത് തീരുമാനിക്കേണ്ടത് കോടതി. അപ്പോൾ ഇത് വിത്ത് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രിൻ്റെ ആൾക്കാർ കണ്ണൂര് സംരക്ഷിക്കുന്നത്. പിന്നെ ഞാൻ മുഖ്യമന്ത്രിൻ്റെ മുന്നിലല്ലാതെ പിന്നെ എവിടെ കുളിക്കണം? അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും കുടുംബമായിട്ട് ഇരുന്നിട്ട് എൻ്റെ പ്രതിഷേധം കാണണം. അവർക്കുള്ളത് തന്നെ എനിക്കുള്ളത്, എനിക്കും ഉണ്ട് മാനം. നമ്മൾ ബെഡ്റൂമിൽ കിടക്കുന്ന പോലെ കോളേജിൽ കിടന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ എഴുതി? അവിടെ പിന്നെ റിമോട്ട് എന്തിനാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാതിരിക്കാം. എൻ്റെ ജോലി സമയം 9 മണി മുതൽ 4 മണി വരെ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയാണ്?
അത്ര മാത്രമേ നിങ്ങൾ നോക്കണ്ടൂ. ഞാൻ അവിടെ കട്ടിട്ടുണ്ടോ, കളവ് പറഞ്ഞിട്ടുണ്ടോ, കൂടെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ, അവിടെ ഞാൻ വേറെ എന്തെങ്കിലും സെക്ഷുവലായിട്ട് ആരെങ്കിലും കൂടെ പരസ്യമായിട്ട് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്നറിട്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ അവർ നോക്കണ്ടോ. എൻ്റെ രാത്രികളിലെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലെ സ്വകാര്യത പരസ്യമായിട്ട് എഴുതി വെക്കാൻ എന്തധികാരം? അതിനെ സംരക്ഷിക്കാൻ എന്തധികാരം? അപ്പോൾ അതുമല്ല, മുഖ്യമന്ത്രിന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. തലേന്ന് രാത്രിയാണ് ആ സെലിബ്രിറ്റീൻ്റെ പേരിൽ അറസ്റ്റും ബഹളങ്ങളും. അപ്പം ഈ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിലൊരു പേര് കിട്ടും. ഈ ഒന്നുമല്ലാത്ത എൻ്റെ സമരത്തിൽ ഇടപെട്ട അദ്ദേഹത്തിന് പേര് കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വിവേചനം കാണിക്കും. വിവേചനം തന്നെ കാണിക്കുന്നല്ല, തീർത്തും വിവേചനം. സാധാരണ സ്ത്രീകളെ വോട്ടും വാങ്ങി, സാധാരണ സ്ത്രീകളെ പ്രശ്നത്തിൽ ഇടപെടാതെ സ്ത്രീകൾക്കൊപ്പം മിനിയാന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം. എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരം. ഞാൻ 2.5-3 മാസമായി ഇത് അനുഭവിക്കുന്നു. മാധ്യമങ്ങൾക്ക് വിലക്ക്, പത്രക്കാർക്ക് വിലക്ക്, കോളേജിൽ അലിഖിതമായ പലതും നടക്കുന്നു. ഇതെല്ലാം മേലധികാരിൻ്റെയും ഗോവിന്ദ മാഷ ഒത്താശയോടുകൂടി. ഗോവിന്ദ മാഷ നൈബറാണ് ഞാൻ അവിടെ കോളേജിൽ. ശ്യാമള ടീച്ചറും ഗോവിന്ദ മാഷ, അതെ, ആന്തൂർ മുനിസിപ്പാലിറ്റി. ആന്തൂർ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, നമ്മളെല്ലാം ഞെട്ടിയിരുന്നിട്ടുണ്ട്. അതിലൊരാൾ ഞാനാവുന്നില്ലത് എനിക്ക് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതായത് ഗോവിന്ദൻ മാഷ പേരെടുത്തുകൊണ്ടും ശ്യാമള ടീച്ചറുടെ പേരെടുത്തുകൊണ്ടും നമ്മൾ കൃത്യമായി പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ശ്യാമള ടീച്ചർ എന്നോട് വന്ന് ചോദിക്കണമായിരുന്നു, എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, എന്താണ് ശ്രീലതക്കുള്ള പ്രശ്നം, എൻ്റെ ഭാഗത്ത് തെറ്റാണോ ശരിയാണോ, അവർക്കത് ചോദിക്കാനുള്ള ബാധ്യതയുണ്ടോ? ശരി, ഇനി വേണ്ട, ഞാൻ ആരുമല്ല, ഞാനക്ക് പാർട്ടി പാരമ്പര്യമൊന്നുമില്ല. ശരി, ഈ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന വ്യക്തി ഓരോ സമയത്തും കോളേജിൽ വരുന്നത് അടുത്ത സ്റ്റാഫ് എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗോവിന്ദ മാഷ് ആയിക്കോട്ടെ, ശ്യാമള ടീച്ചർ ആയിക്കോട്ടെ, മറ്റേ മുൻ MLA ആയിക്കോട്ടെ, എല്ലാവരും വരുന്നുണ്ട്. സുകന്യ ടീച്ചറുടെ ഭർത്താവ്, അവരെല്ലാവരും വരുന്നുണ്ട്. ജെയിംസ് മാത്യു, ഇവരൊക്കെ ഞാൻ 13 വർഷമായിട്ട് ഒരുപാട് സഖാക്കന്മാർ അവിടെ വരുന്നുണ്ട്. എന്താ എൻ്റെ പ്രശ്നത്തിന് വന്നൂടാ ഗോവിന്ദ മാഷക്ക്, ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക്? ഇനി നാളെ എനിക്ക് ഒരുപാട് കേസ് വരാനുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ, ഞാൻ ആരും ആയിക്കോട്ടെ, ഞാനൊരു സെക്സ് വർക്കർ ആയിക്കോട്ടെ, ഞാൻ ഉടുക്കാത്ത ലേഡി ആയിക്കോട്ടെ, എന്നെ അപമാനിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഗോവിന്ദ മാഷക്ക് എന്നെ വിളിച്ച് ചോദിക്കാം, ആ കോളേജിൽ എന്താ സംഭവം, ശ്രീലതൊക്കെ എന്ത് പറയാനുണ്ടെന്ന്. ഞാനത് പറഞ്ഞത് വെച്ചിട്ട് അവിടെ നിർത്തുമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെ സസ്പെൻഡ് ചെയ്തു അല്ലേ? ഇപ്പം സസ്പെൻഷനാണ്. ഈ 15 വന്ന 1 മാസവും. നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ, നമ്മുടേതായ ചിന്തകൾ പങ്കുവെച്ചതിനാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം നമ്മൾ കോളേജിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ഞാൻ മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞിട്ടില്ല, ഒരാളെയും തെറി പറഞ്ഞിട്ടില്ല. തെറിയുന്നില്ലൊരു വേർഷൻ വേറെയല്ലേ, പ്രതിഷേധത്തിൻ്റെ വേർഷൻ വേറെ. പിന്നെ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാവരോടുള്ള റെസ്പെക്റ്റ് വെച്ചിട്ട് പറയാനുള്ളത്, ഇന്ന് സാർ ഇവിടെ വരാനും എൻ്റെ യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ പിന്നീട് ഇടാനും എല്ലാറ്റിൻ്റെയും ഉത്തരവാദി ഇവർ തന്നെയാണ്. ആര്? ഈ ഗോവിന്ദ മാഷും ഈ മുഖ്യമന്ത്രിയും ഈ മേലധികാരിയുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. കൃത്യസമയത്ത് ഇടപെട്ടിട്ടില്ല, കിട്ടേണ്ട നീതി കിട്ടാതെ വന്നപ്പോൾ ഭരണകൂടം അത് അവരെ മറ്റു പ്രതിയുടെ കൂടെ നിൽക്കുകയും എന്നെ വീണ്ടും വീണ്ടും അവഹേളിക്കും. അപ്പൊ ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാരണം അവർ പറയുന്ന യൂട്യൂബിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയോ എഴുത്തുകാരികളും എഴുത്തുകാരന്മാരും എഴുത്തുകാരന്മാരും സർക്കാർ ജീവനക്കാരായിട്ടുണ്ട്. അവർക്ക് ധാരാളം വരുമാനം കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു കാലഘട്ടം മാറിയപ്പോൾ നമുക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിലൂടെ നമ്മുടെ സ്വന്തം ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നാടാണ് കേരളമല്ല, ഇന്ത്യ അതിന്റെ നാടാണ്. നമുക്ക് പരിരക്ഷയുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മളെ ഇങ്ങനെ വേട്ടയാടി സമൂഹത്തിന് മുന്നിൽ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നതിന് കാരണം എന്താണ്? ഈ നേതാക്കന്മാർ വ്യക്തിവൈരാഗ്യമായിരിക്കും. അതായത് ഞാൻ കരിവള്ളൂര് പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു 10-35 കൊല്ലം ഭർത്താവില്ലാതെ ജീവിച്ചപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതെങ്കിലും മാന്യന്മാരെ പേര് വരുമോ എന്നുള്ളതായിരിക്കും ഇവരെ പേടി.
എനിക്കതേ കാണുന്നുള്ളൂ എൻ്റെ മുന്നിൽ. എന്നോട് കാണോ അതെന്താണെന്ന് തുറന്നു പറയാം. അതിപ്പോ എന്നോട് ഈ സന്ദർഭത്തിൽ ഇത്രയധികം നമ്മളെ എല്ലാ തരത്തിലും വേട്ടയാടുമ്പോൾ നമ്മെ എല്ലാ തരത്തിലും മോശപ്പെടുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മളെ പലതരത്തിലും സ്വാധീനിക്കാൻ പലതരത്തിലും ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് അത് നടക്കാതെ വന്നതിന്റെ അത് തന്നെ ഇപ്പോ ഞാനൊരു കാര്യം പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരിവള്ളൂര് വരുമ്പോ ഒരാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹത്തിന്, അതായത് നമ്മളെ EMS മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പം കരിവള്ളൂർ ഒരു വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആ ആള് സ്റ്റേജിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന്, അയാളായിരുന്നു ആദ്യത്തെ ജാഥ ക്യാപ്റ്റൻ. ഇയാൾ തന്നെ വളരെ മോശമായിട്ട് 2 വർഷം മുന്നേ എൻ്റെ ശരീരത്തിൽ കൈവച്ചിട്ട് സുഖല്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്ത ആൾ എൻ്റെ അടുത്തുണ്ട്. രാത്രി 9:30 കാണുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തുണ്ട്. സാധനം വാങ്ങാൻ പോയ കടയിൽ ഗ്യാസ് ഏജൻസി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ച നമ്പർ എടുത്ത് വിളിച്ച സഖാവ് എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ മോക്കൊരു 100 രൂപ ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചപ്പോൾ രാത്രി കാണുമെന്ന് ചോദിച്ച സഖാവുണ്ട്. സ്വന്തം രക്തബന്ധത്തിലുള്ള ആള് ഹോസ്പിറ്റലിൽ വന്നിട്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച പോലീസുകാരൻ എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. എത്ര ആളെ വേണം? അതായത് പലയാളെയും പേര് പുറത്തേക്ക് വരുമ്പോൾ ഒരാളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എളുപ്പം, ഒരുപാട് ആളെ ഇല്ലാതാക്കൽ അത്ര എളുപ്പമല്ലല്ലോ. ഇവൻ എന്നെ പ്രേമിച്ചു എന്ന് നാട്ടുകാരോട് പറയുമ്പോൾ എന്നാ ഇവള് വ്യഭിചരിച്ചു എന്നാക്കി തീർത്തു ഈ റോയൽ ഫാമിലി, ഇവിടുത്തെ സഖാക്കന്മാരും. അങ്ങനെ എന്നെ 15ാമത്തെ വയസ്സിൽ കൊണ്ടുവെക്കുന്നത്. ഞാൻ അയാളൊരു 2 മാസത്തോളം അയാളെ റേപ്പ് അനുഭവിച്ചിട്ടുണ്ട്. റേപ്പ്. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കത്തില്ല. അദ്ദേഹം മാത്രമല്ല വേറെ ആളും.